ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് റംസാനൊക്കെയാണ് വരുന്നില്ലേ, അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. നനച്ചുളി എന്നൊക്കെ പറയും. അപ്പോൾ അതിനുള്ള തുടക്കത്തിലാണ് കേട്ടോ. അപ്പം അടുക്കളയിലാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, 2-3-4 ദിവസത്തെ വീഡിയോസ് എടുത്ത് വെച്ചത് എഡിറ്റ് ചെയ്ത ഒറ്റ വീഡിയോയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അതിന് മുന്നേ നമ്മൾ ഡപ്പകളൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ചിരുന്നു കേട്ടോ. കഴുകി ഉണങ്ങാൻ വെച്ചിരുന്നു. പിന്നെ അത് ആ ഷീറ്റൊക്കെ എടുത്ത് കഴുകി ഉണക്കി തുടച്ച് അതിനതിലോട്ട് വെച്ചു കേട്ടോ. പിന്നെ അതാ നമുക്ക് കുറേയധികം സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. കുറച്ച് മുളകും മല്ലിയൊക്കെ വാങ്ങി പൊടിപ്പിക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആയിട്ടോ അത് ചെയ്യാറില്ല, കാരണം ഹിസമോള് ചെറുതായതുകൊണ്ട് അവളിനെ വെച്ചിട്ട് ചെയ്യൽ നടക്കില്ല. അപ്പോൾ ഒക്കെ വാങ്ങിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വേണ്ടില്ല, ആൾ കുറച്ചായല്ലോ, അപ്പം അത് വിചാരിച്ചിട്ട് കാനോട് വാങ്ങിയിട്ട് വന്നതാണ് ഗൈസ്. അതിനെ കാണിച്ചിരിക്കുന്ന പണി കണ്ടോ? ഇതാരങ്ങനെ പൊട്ടിച്ച് ഇത് പൊട്ടിച്ചു കൊടുത്താ ലാസ്റ്റ് ഞാൻ ആ ഹോർലിക്സിനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അതാ നമ്മൾ ഡപ്പകളിലേക്ക് സാധനങ്ങളൊക്കെ കൊട്ടി വെക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് കൊട്ടിയ ശേഷമാണ് വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം ഫോൺ എടുത്തിരുന്ന് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഒന്ന് കൊട്ടി റെഡിയാക്കി വെച്ചാൽ നമ്മളുടെ അതും ക്ലീനാവും ഇതും ക്ലീനാവും. അപ്പോൾ 2 പണിയും നടക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുകൂടെ ക്ലിയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ സെറ്റാക്കി. അത് വേണോ? എന്തിനാണ്? പാത്രത്തിൽ ഒഴിക്കാനുള്ളതല്ല അത്. ആരാ പറഞ്ഞേ? ചെറി നോക്ക്, ഹോർലിക്സ് കഴിച്ചിട്ട് പൂച്ചയ്ക്ക് കൊടുക്കട്ടെ. എന്താ പച്ചാരിയോ? ഇത് പഞ്ചാരല്ലേ, ഉപ്പാണ്. പച്ചാരി ആണോ? തരൂല തരില്ല. കുറച്ച് കൊച്ചു മതിയോ? അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഹിസമോളിനെ വെച്ചിട്ടുള്ള പണി എടുക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിനൊക്കെ ഷെൽഫിൽ കയറ്റി. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്ക് കുറച്ച് കോറ വാങ്ങിച്ചിരുന്നു കേട്ടോ, റാഗി. അപ്പോൾ അത് നോമ്പൊക്കെയല്ലേ, ഇപ്പോൾ അവൾക്ക് ഡെയിലി ഒന്നും റാഗി കൊടുക്കാറില്ല കേട്ടോ. ഇന്ന് നോമ്പൊക്കെയല്ലേ, അപ്പോൾ ഫുഡ് നമ്മൾ അഥവാ ഉണ്ടാക്കിയില്ലെങ്കിലോ ചില നേരത്തെ നമുക്ക് അതായിട്ട് കുറുക്കായിട്ട് കൊടുക്കാമല്ലോ എന്ന് ഇഷ്ടം. അപ്പോൾ അതിനൊക്കെ ഒന്ന് കഴുകി നമ്മൾ ഉണക്കണം കേട്ടോ അതൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കണം മുളകും മല്ലിയും എല്ലാം അതേപോലെ നമ്മൾ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറാൻ വെച്ചിട്ട് കൊണ്ടുപോയി ഉണക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഞാൻ കഴുകിയെടുത്തത്, കാരണം ഞാൻ വെളിയിലിറങ്ങി ആ ഗ്യാപ്പിൽ എൻ്റെ പിന്നാലെ വരും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ തന്നെ ബക്കറ്റിലാണ് കേട്ടോ ഞാൻ കഴുകിയെടുത്തത്, കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചിട്ട് അതിനൊക്കെ നിന്നു കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഈ പണിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ ഹിസമോളിനെ നോക്കാനും ഒരാൾ വേണം. അഫ്മോൻക്ക് ലീവായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ വന്നിട്ടാണ് അപ്പോൾ ആ പണിക്ക് നിൽക്കുന്നത്. അവിടെ നിന്റെ കയ്യിലല്ലേ ഉണ്ടായിരുന്നു രണ്ടോ? ഒന്നെവിടെ? താഴെടുത്ത് തരത്താത്ത കാണിച്ചു തരാം. ഇതെന്തിനാണ്? എന്തെങ്കിലും കൽക്കുലത്ത് പണിയായിട്ട് അവൾ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടോ കിച്ചണത്തെ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ. കുറേ അധികം സെർലാക്കിൻ്റെ സ്പൂണുണ്ട്. മോൻക്കൊന്നും സെർലാക്ക് കൊടുക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല കേട്ടോ, കാരണം അവനൊക്കെ ഒരു അത്യാവശ്യം ആൾക്കുണ്ട്. പക്ഷേ മോൾക്ക് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം സെർലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ആയുധങ്ങളുമായി നമ്മളിതാ ഇനി മുകളിലോട്ട് പോവുകയാണ്. മുകളിൽ കുറേ അധികം പണികളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒക്കെ ഒന്ന് ഇറക്കുക, അതിൽ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒഴിവാക്കിയിട്ട് ഒക്കെ തട്ടി അടിച്ച് കൂരി പുതിയ പേപ്പറൊക്കെ വിരിച്ചിട്ട് സാധനങ്ങളൊക്കെ അതേപോലെ കയറ്റിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട്, മേലെ നല്ലോണം പൊടിയുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളെന്നല്ല, മോൻ എപ്പോഴും എനിക്ക് ഹെൽപ്പിനുണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം ഇയാൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ വെളിയിൽ നിൽക്കണിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ, ഒരേ വാശിയായിട്ട് കരിയാണ്. പിന്നെ നമുക്ക് ക്ഷീണം വരുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് മുന്തിരി ജ്യൂസും ചുടുവെള്ളമൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ അതൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി അതിനൊക്കെ ഏകദേശം അവിടെ സെറ്റാക്കി കേട്ടോ.
പിന്നെ അത് വന്നിട്ട് ഇനി നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് നമ്മൾ അതിന് പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനെ കഴുകി സെറ്റാക്കി ഇനി ഇത് അതിന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഇനി വല്ലാതെ അതിൽ പൊടിയും കച്ചറയൊന്നും ആവില്ലല്ലോ. അപ്പോൾ അത് അവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷമുള്ള സീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം മേലേക്ക് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കിച്ചണിലെ ബാക്കി വർക്കുകളൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പോവുകയാണ് പറഞ്ഞപ്പോൾ അവൻ്റെ പിന്നാലെ പോകണം പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കരഞ്ഞ് തല്ലുണ്ടാക്കിയിട്ട് നിൽക്കണം. ഒടുവിൽ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് കൊടുത്തൊന്ന് സമാധാനമാക്കാൻ വേണ്ടി നോക്കി, പിന്നെ അവൾ വിട്ടില്ല, ഒരേ വാശി. ലാസ്റ്റ് ഞാൻ വണ്ടിയിൽ നിന്നൊന്ന് കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞപ്പോൾ അപ്പോഴും ആൾ സമ്മതിച്ചില്ല. ലാസ്റ്റ് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പറഞ്ഞിട്ട് നിന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ നിവർത്തിയില്ലാതെ പിന്നെ അവൻ കൊണ്ടുപോയി. വീട് അത്യാവശ്യം ദൂരമുണ്ട്, നമുക്ക് വിചാരിച്ച പോലെ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കുട്ടികൾ പോയില്ല, അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് റിലാക്സ് ആയിട്ട് ബാക്കി കൂടെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്തു കേട്ടോ. പിന്നെ അതാ ഇനി രാത്രി ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളിവിടെ നിന്ന് പോകുമ്പം. എന്തായാലും മോള് രാത്രി ഞാൻ അല്ലാതെ കിടക്കില്ല. ശരി, അവനെ വിളിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവാണ്. അപ്പോൾ അതാ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീടെത്തിയപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ അല്ല. പിന്നെ നമ്മുടെ ഫ്രിഡ്ജാണ്, ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴുകി തുടച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വേണ്ട സാധനങ്ങളും കുറച്ച് നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ ഷീറ്റൊക്കെ വാങ്ങി, പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരു കവർ പോലുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടെയൊക്കെ ഏകദേശം നമ്മുടെ നനച്ചുള്ളിപ്പണി ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിൻ കിച്ചണും വർക്ക് ഏരിയയും കഴിഞ്ഞാൽ തന്നെ എത്രയോ സമാധാനമാണ് കേട്ടോ. പിന്നെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ കോറയൊക്കെ ഉണക്കിയതിന് ഇനി നമ്മുടെ മിക്സിയിൽ തന്നെയാണ് കേട്ടോ അടിച്ച് പൊടിച്ച് ചലിച്ച് വയ്ക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.